ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സേ എക്സാം പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ട് 3 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട 3 ഡെറിവേഷനുകളാണ് പഠിപ്പിക്കുന്നത്. അത് മുഴുവൻ പഠിപ്പിക്കുന്നില്ല. ഏറ്റവും മിനിമം സ്റ്റെപ്പുകളിൽ മാക്സിമം മാർക്ക് കിട്ടുന്ന പോലെ ആ ക്വസ്റ്റിൻ്റെ ആൻസർ, ആ ഡെറിവേഷൻ്റെ ആൻസർ നമ്മളൊന്ന് റീസ്ട്രക്ചർ ചെയ്താണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനി കുറയ്ക്കാൻ നിൽക്കേണ്ട, പരമാവധി നമ്മളിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: derive the expression for electric field at a point on the axial line of an electric dipole. പലപ്പോഴും നമുക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ്, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഏത് ഡെറിവേഷനാണെന്ന് അറിയാൻ പറ്റാതെ പോകും. അങ്ങനെയുള്ള പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. ഇത് ഏതാണ് ക്വസ്റ്റ്യൻ, ഇത് ഞാൻ കുറേ ആൻസർ പഠിച്ചിട്ടുണ്ട്, ഇതിൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനുള്ള ടിപ്പാണ്, അത് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ കീവേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ രൂപം അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാചകങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കുമെങ്കിലും കീവേഡുകൾ പലപ്പോഴും മാറാതെ കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇതിലെ കീവേഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്താണ്? ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ. അപ്പോൾ നമ്മളോട് എന്തോ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ്, ഫോർ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ആദ്യത്തെ കീവേഡ് ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കീവേഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് വേണ്ടത്. ഇനി അത് തന്നെ രണ്ട് ഡെറിവേഷൻ നമ്മൾ പഠിക്കുന്നുള്ളതുകൊണ്ട് ഇത് ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലെ 3 കീവേഡുകൾ ഇതാണ്: ഇലക്ട്രിക് ഫീൽഡാണ് ഡിറൈവ് ചെയ്യാൻ പറയുന്നത്, ഇലക്ട്രിക് ഡൈപോൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ഡിറൈവ് ചെയ്യേണ്ടത്, അതും ആക്സിയൽ ലൈനിലുള്ളൊരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 കീവേഡുകൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ എന്നും ഇനി നമ്മൾ എഴുതുന്നതാണ് ആൻസർ എന്നും മുന്നേ മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളൊരു ഫിഗർ വരയ്ക്കാം, വളരെ സിമ്പിളായിട്ടുള്ള ഫിഗർ വരയ്ക്കേണ്ടി വരും. ഫിഗർ വരയ്ക്കുന്നു. ഡൈപോൾ വരയ്ക്കുകയാണ്. 2 ചാർജുകൾ, ഒന്ന് പ്ലസ് ക്യൂ, മറ്റൊന്ന് മൈനസ് ക്യൂ. 2 ചാർജുകളും തമ്മിലുള്ള ദൂരം പപ്പാതിയായി എ എന്ന് മാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് അല്പം ദൂരെയായിട്ട് നമ്മൾ ഒരു പോയിൻ്റ് പരിഗണിക്കുകയാണ്, പോയിൻ്റ് പി. ഓക്കെ, പോയിൻ്റ് പി മുതൽ സെൻറ്ററായ ഒ വരെ, ഇവിടെ ഒ മാർക്ക് ചെയ്തില്ല, ഒ വരെയുള്ള ദൂരത്തെ നമ്മൾ ആർ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഓർക്കണം, ഈ സെൻറ്റർ ഒ മുതൽ പി വരെയുള്ള ദൂരമാണ് ആർ. ഒ മുതൽ പ്ലസ് ക്യൂ വരെ എ, ഒ മുതൽ മൈനസ് ക്യൂ വരെയും എ. ക്ലിയർ ആണല്ലോ? ശരി, ഇനി നമ്മൾ ഡെറൈവ് ചെയ്യുന്ന മുറയ്ക്ക് ഈ ഫിഗർ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഫിഗർ കംപ്ലീറ്റ് ആയിട്ട് വരച്ചോളാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയാണ്: ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് അറ്റ് പോയിൻറ്റ് പി എന്നാണ്. അപ്പോൾ വാചകങ്ങൾ എഴുതുന്നില്ല, നമ്മൾ സ്ട്രൈറ്റ് ഹെഡായിട്ട് ഇക്വേഷൻസ് എഴുതി പോവുകയാണ്. ഓക്കെ, ഇ പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 q by r minus a the whole square. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 1/4 pi epsilon 0 q by r minus a. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം r ആണ്, പക്ഷെ നമുക്ക് വേണ്ടത് പ്ലസ് ക്യൂ മുതൽ പി വരെയാണ്. അപ്പോൾ ഈ വലിയ ദൂരത്തു നിന്ന് ഈ ചെറിയ ദൂരം കുറയ്ക്കുന്നു, അതാണ് r മൈനസ് എ എന്ന് പറയുന്നത്, ഹോൾ സ്ക്വയർ. ഇനി അതുപോലെ തന്നെ ഈ പോയിൻ്റ് പിയിൽ മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് അടുത്ത് എഴുതുന്നത്. സ്ട്രൈറ്റ് അവേ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണ്. വെക്റ്റർ മൈനസ് ഇ ക്യൂ, വെക്റ്റർ ഇ മൈനസ് ക്യൂ കാരണമുള്ളത് ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 q by r plus a the whole square. r plus a the whole square. ഇവിടെ നമുക്ക് വേണ്ടത് മൈനസ് ക്യൂ മുതൽ പി വരെയുള്ള ദൂരമാണ്. അതിന് പി മുതൽ ഒ വരെയുള്ള ദൂരം ആറാണെന്നറിയാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒ മുതൽ മൈനസ് ക്യൂ വരെയുള്ള ദൂരം എയും ആണെന്നറിയാം. അപ്പം ആർ പ്ലസ് എ കൊടുത്താൽ ഈ മൊത്തം ദൂരം കിട്ടി. അതാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് മുൻപത്തെ വീഡിയോ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒന്നിലധികം ചാർജുകൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ എഴുതിയായിരുന്നു. അത് ഇൻഡിവിജ്വൽ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡുകളുടെ വെക്റ്റർ സമ്മാണ്. ഇപ്പോൾ ഇ പ്ലസ് ക്യൂ പ്ലസ് ഇ മൈനസ് ക്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് പിയിൽ ഈ 2 ചാർജ് കാരണം ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അതുതന്നെയാണ് കോൺസെപ്റ്റ്. അപ്പം നമ്മൾ ടോട്ടൽ ചാർജിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. ടോട്ടൽ ചാർജിൻ്റെ ഇക്വേഷൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതുന്നു. വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ക്യൂ പ്ലസ് വെക്റ്റർ ഇ മൈനസ് ക്യൂ. റൈറ്റ്. ഇനി ഇക്വേഷനിലേക്ക് നോക്കിയാൽ മതി. ഇതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഇതും നമുക്കറിയാം, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, ഞാനത് റൈറ്റ് സൈഡിലേക്കൊന്ന് എഴുതുകയാണ്, സ്ഥലത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട്. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ താഴോട്ട് തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 q by r minus a the whole square plus
1 by 4 pi epsilon 0 q by r plus a the whole square. ഈ ഇക്വേഷൻ സിമ്പിളായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. ഇത് കോമൺ ആണ് രണ്ട് ടേമിലും, ക്യൂവും കോമൺ ആണ് രണ്ട് ടേമിലും, പുറത്തെടുക്കുന്നു. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു q by 4 pi epsilon 0 into 1 by r minus a the whole square plus 1 by r plus a the whole square. ഓക്കെ, റൈറ്റ്. ഇവിടെ ഒരു ചെറിയ കാര്യമുണ്ട്, അത് വിട്ടുപോയി. ഇവിടെ മൈനസ് ആണ് ഉണ്ടാവുക. അതിന് കാരണം പറയാം. ഇവിടെ നമ്മൾ പരിഗണിച്ച ചാർജ് മൈനസ് ആണ്. പക്ഷേ ഓർക്കണം, ഇവിടെ പ്ലസ് തന്നെയാണ്, ഇതിൽ മാറ്റമൊന്നുമില്ല. റൈറ്റ്. ഇനി നമ്മൾ ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഫൈനൽ ഇക്വേഷനിലേക്ക് വരുന്നത്. ബാക്കി സിംപ്ലിഫൈ ചെയ്യാൻ അറിയാമെങ്കിൽ ചെയ്യുക. ഞാനിവിടെ എന്തായാലും അത് ചെയ്യുന്നില്ല. നമുക്ക് 1 മാർക്ക് റൂൾ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഓരോ മാർക്കുകളായിട്ട് എടുത്താൽ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ താഴെ എഴുതും. സിംപ്ലിഫൈയിങ് വി ഗെറ്റ്, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് E is equal to 1 by 4 pi epsilon 0 2p by r cube. അവിടെ ആ പി എന്ന് എഴുതിയത് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പഠിച്ച ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഈ ആക്സിയൽ എന്നും വിളിക്കാം. ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിൻ്റിൽ ഇലക്ട്രിക് ഫീൽഡാണ്. ഇത് 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഡെറിവേഷനാണ്. ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഇത് മുഴുവൻ പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫൈനൽ ഇക്വേഷൻ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഈ ക്വസ്റ്റിൻ്റെ കീവേഡുകളും അറിഞ്ഞിരിക്കണം. ഈ ഫൈനൽ ഇക്വേഷൻ ഉറപ്പായും അറിയണം. പിന്നെ അറിയാവുന്നത്ര സ്റ്റെപ്പുകൾ എഴുതുക. റൈറ്റ്, ശരി. നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവുകയാണ്. വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഡെറിവേഷൻ ഫുള്ളായിട്ട് എഴുതിയിരിക്കുക കേട്ടോ. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് പോകാം. ഇതൊരു കീവേഡാണ്. ദെൻ അറ്റ് എ പോയിൻ്റ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ. അപ്പോൾ അതും ഒരു കീവേഡാണെന്ന് മനസ്സിലായി. എവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്? ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ 3 കീവേഡുകൾ നമ്മൾ ഒറ്റയടിക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. ഇലക്ട്രിക് ഫീൽഡ് ആര് കാരണം? ഇലക്ട്രിക് ഡൈപോൾ കാരണം. എവിടെയുള്ളത്? ഇക്വറ്റോറിയൽ ലൈനിൽ. ക്ലിയർ ആണല്ലോ? ശരി. ഇനി നമ്മളതിൻ്റെ ഫിഗർ വരയ്ക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫിഗറാണ്. 2 ചാർജുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഒന്ന് പ്ലസ് ക്യൂ, ഇനിയൊന്ന് മൈനസ് ക്യൂ. ഇവർ തമ്മിലുള്ള ദൂരം മാർക്ക് ചെയ്തു. ഒ, ഈ ദൂരം എ ആണ്, ഈ ദൂരം എ ആണ്. ഇനി നമ്മൾ മൂന്നാമതായി ഇവിടെ ഇക്വറ്റോറിയൽ ലൈനിൽ ഒരു പോയിൻ്റ് പരിഗണിച്ചു, പി. ഓക്കെ, നമ്മൾ പിയിലേക്കും കൂടെയുള്ള ദൂരങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഫൈൻ. പിന്നെ ഞാൻ വിട്ടുപോയ ഒരു കാര്യം ഇവിടെ പൂരിപ്പിക്കാനോട്ടോ. ഞാൻ പെട്ടെന്ന് ഇപ്പോഴാണ് അത് ഓർത്തത്, ക്ഷമിക്കുക. അതായത് നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയപ്പോൾ ഇ പ്ലസ് ക്യൂ ഇ മൈനസ് ക്യൂ എന്ന ഈ 2 ഡെറിവേഷനുകൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഈ ഫിഗറിൽ ഇ പ്ലസ് ക്യൂവും ഇ മൈനസ് ക്യൂവും ഏത് ഡയറക്ഷനിലാണെന്ന് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും, ദാറ്റ് ഈസ് ഇ മൈനസ് ക്യൂ. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ ദിശയിലായിരിക്കും, അതായത് ഇ പ്ലസ് ക്യൂ. ഇതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, ഇ പ്ലസ് ക്യൂ എന്ന് പറയുമ്പോൾ ഈ പ്ലസ് ക്യൂ ചാർജ് കാരണം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താനായി പോയിൻ്റ് പിയിൽ കൊണ്ടുവയ്ക്കുന്നത് ടെസ്റ്റ് ചാർജാണ്. ടെസ്റ്റ് ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ ഇതും പോസിറ്റീവാണ്, ഈ ചാർജും പോസിറ്റീവാണ്. അതുകൊണ്ട് റിപ്പൽഷൻ ആയിരിക്കും, അതുകൊണ്ട് ഇങ്ങോട്ട് പോകും. രണ്ടാമത്തെ കേസിൽ ഈ ചാർജ് നെഗറ്റീവാണ്, ഇവിടെ ഇരിക്കുന്ന ടെസ്റ്റ് ചാർജ് പോസിറ്റീവാണ്, അപ്പോൾ അട്രാക്ഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ മൈനസ് ക്യൂ ഇങ്ങോട്ടായത്. അപ്പോൾ ഫിഗർ ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചോളുക. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് വഴിയെ കംപ്ലീറ്റ് ചെയ്യാം. തൽക്കാലം ഇങ്ങനെ പോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് അവേ ഇക്വേഷൻസ് എഴുതുകയാണ്. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇ പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 q by r square plus a square. അതുപോലെ ഇ മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 q by r square plus a square. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടുത്തെ ഇ പ്ലസ് ക്യൂവിൻ്റെ ഇക്വേഷനും ഇ മൈനസ് ക്യൂവിൻ്റെ ഇക്വേഷനും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ രണ്ടും എഴുതാൻ പറ്റും. ഓക്കെ,
ഇതെങ്ങനെയാണ് വന്നത് എന്നൊക്കെ ക്ലാസ് വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. നമ്മളതിൻ്റെ അത്രയും ഡീപ്പായിട്ട് പോകുന്നില്ല. നമുക്ക് ആൻസർ എങ്ങനെ എഴുതാമെന്ന് മാത്രം പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാനിത് മാത്രം എഴുതി നിർത്തുന്നത്. ഓക്കെ, വിശദീകരണങ്ങളിലേക്ക് പോകാത്തത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇ പ്ലസ് ക്യൂ ഇ മൈനസ് ക്യൂ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇ പ്ലസ് ക്യൂ. അതുപോലെ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇ മൈനസ് ക്യൂ. അപ്പോൾ ഇത് രണ്ട് ദിശയിലാണ് ഇവിടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. രണ്ട് ഇ പ്ലസ് ക്യൂ ഈ ദിശയിലും ഇ മൈനസ് ക്യൂ ഈ ദിശയിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം ഇവിടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും. ദിസ് ഈസ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. ഈ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇ പ്ലസ് ക്യൂവിൻ്റെയും ഇ മൈനസ് ക്യൂവിൻ്റെയും കോസ് തീറ്റ കോമ്പോണൻറ്റുകളുടെ സമ്മാണ്. അത് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നു. റൈറ്റ് സൈഡിൽ എഴുതുകയാണ്, നിങ്ങൾ നോട്ട്ബുക്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നേരിട്ട് എഴുതിക്കൊള്ളുക. ഓക്കെ, സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് E is equal to E plus Q cos theta plus E minus Q cos theta. ഇതാണ് ഇക്വേഷൻ. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. വെക്റ്റർ E is equal to E plus Q plus E minus Q into cos theta. കാരണം cos theta രണ്ട് ടൈമിലും കോമൺ ആയതുകൊണ്ട് പുറത്തെടുത്തു. ഇനി നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. കോസ് തീറ്റയുടെ വാല്യൂ നമ്മൾ സ്ട്രൈറ്റ് നേരെ തന്നെ എടുത്തെഴുതി. ഇനി ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിന് താഴെ എഴുതുകയാണ് സിമ്പിളായിട്ട്. സിംപ്ലിഫൈയിങ് വി ഗെറ്റ്, നമ്മൾ ഫൈനൽ ഇക്വേഷൻ നേരിട്ട് എഴുതുന്നു. വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു 1 ബൈ 4 പൈ എപ്സിലോൺ 0 പി ബൈ ആർ ക്യൂ. ഇതാണ് നമ്മുടെ ആക്സിയൽ ലൈൻ, ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ആവശ്യത്തിനുള്ള സ്റ്റെപ്പുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ ഫൈനൽ ഇക്വേഷൻ. ഏറ്റവും ശ്രദ്ധയോടെ ഓർക്കേണ്ട കാര്യം കീവേഡുകൾ, ഫിഗർ, ഫൈനൽ ഇക്വേഷൻ. സ്റ്റെപ്പുകൾ എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം എഴുതുക. റൈറ്റ്. അപ്പോൾ നമ്മൾ രണ്ട് ഡെറിവേഷൻ പഠിച്ചു. രണ്ടും ഇലക്ട്രിക് ഫീൽഡിൻ്റെയാണ്. രണ്ടും ഇലക്ട്രിക് ഡൈപോൾ കാരണമാണ്, പക്ഷേ രണ്ട് സ്ഥലത്താണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റ സ്ക്രീനിലേക്ക് കാണിക്കാം. ഓക്കെ, ഈ ഇക്വേഷനും ഈ ഇക്വേഷനും ഇത് രണ്ടും നോക്കിയാൽ അറിയാം 1 ബൈ 4 പൈ എപ്സിലോൺ 0 രണ്ടിലും കോമൺ ആണ്. പിന്നെ ഇവിടെ ഡിനോമിനേറ്ററിൽ ആർ ക്യൂബ് ഉണ്ട്, ഇവിടെയും ആർ ക്യൂബ് ഉണ്ട്. പിന്നെ ഒന്നിൽ 2p ആണ്, ഇവിടെ p മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: റിലേഷൻ ബിറ്റ്വീൻ ആക്സിയൽ ഫീൽഡ് ആൻഡ് ഇക്വറ്റോറിയൽ ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. നേരത്തെ എഴുതിയ രണ്ട് ഇക്വേഷനും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷനും ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുകയാണ്. ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു 1 ബൈ 4 പൈ എപ്സിലോൺ 0 2p ബൈ ആർ ക്യൂബ്. അതുപോലെ ഈ ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു 1 ബൈ 4 പൈ എപ്സിലോൺ 0 p ബൈ ആർ ക്യൂബ്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ ഇക്വറ്റോറിയൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ്. ഇത് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, എങ്ങാനും ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ ഇതാണ് ആൻസർ എന്ന് മനസ്സിലാക്കുക. രണ്ട് ഇക്വറ്റോറിയലും ആക്സിയലും ഫീൽഡ് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇക്വേഷൻ. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനിലേക്ക് പോകുന്നു. പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഡെറിവേഷനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡെറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ടോർക്ക്. അപ്പോൾ ഇത്തവണ കീവേഡ് മാറി, ഇലക്ട്രിക് ഫീൽഡ് അല്ല, മറിച്ച് ടോർക്കാണ്. ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ. എവിടെ ആക്ട് ചെയ്യുന്നത്? ഇലക്ട്രിക് ഡൈപോളിൽ ആക്ട് ചെയ്യുന്നു. ഓക്കെ, പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. എവിടെ വെച്ചപ്പോൾ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചപ്പോൾ. അപ്പോൾ ഇവിടെയും 3 കീവേഡുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഒന്ന്, എന്തിൻ്റെ ഇക്വേഷനാണ് ഡെറൈവ് ചെയ്യേണ്ടത്? ടോർക്കിൻ്റെയാണ്. ടോർക്ക് എന്ന് പറയുമ്പോൾ റൊട്ടേറ്റിംഗ് ഫോഴ്സാണ് നമുക്കറിയാം. ഒരു വസ്തുവിനെ കറങ്ങാൻ സഹായിക്കുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് ടോർക്ക്. അത് ആരുടെ മേൽ ആക്ട് ചെയ്യുന്നത്? ഇലക്ട്രിക് ഡൈപോളിൻ്റെ മേൽ. അപ്പോൾ ഇലക്ട്രിക് ഡൈപോളാണ് കറങ്ങാൻ പോകുന്നത്. ഡൈപോളിൻ്റെ മേലുള്ള ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് എവിടെ വെച്ചപ്പോഴാണ് ഈ ടോർക്ക് ആക്ട് ചെയ്തത്? അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ചപ്പോഴാണ് ഈ ടോർക്ക് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രൈറ്റ് അവേ നമ്മൾ ഫിഗർ വരയ്ക്കുന്നു. ആദ്യം നമുക്ക് വേണ്ടത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്.
യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കേണ്ടത് പാരലൽ ലൈനുകൾ കൊണ്ടാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാരലൽ ലൈൻസ് വരച്ചു, പാരലൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചു. ഇനി രണ്ട് ഡൈപോളിന് രണ്ട് ചാർജുകൾ മാർക്ക് ചെയ്യുന്നു. ഒന്ന് -q, മറ്റൊന്ന് +q. ഓക്കെ, ഡൈപോൾ തമ്മിലുള്ള ദൂരം മാർക്ക് ചെയ്യുന്നു, അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുന്നു O. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദൂരം A, ഈ ദൂരം A. തീർന്നില്ല, ഞാൻ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂടെ ഇവിടെ പരിഗണിച്ചിട്ടുണ്ട്. ഇത് പോയിൻ്റ് A, ഇത് പോയിൻ്റ് C, ഇത് പോയിൻ്റ് B. അല്ല, 3 പോയിൻറ്റുകൾ പരിഗണിച്ചിട്ടുണ്ട്. B ഇപ്പോൾ കൂടെ മാറ്റി എഴുതാവേ. ദിസ് ഇസ് പോയിൻ്റ് B. ഓക്കെ, ഇനി നമ്മൾ ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കാരണം ഓരോ പോയിൻറ്റിലുമുള്ള ഫോഴ്സ് മാർക്ക് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ. -q ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുക? F = -QE, അതാണ് ഇക്വേഷൻ. +q ഫോഴ്സ് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക, F = QE. ഇപ്പോൾ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. ഫിഗറിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി നമ്മൾ വളരെ ചെറിയ ചില സ്റ്റെപ്പുകളിലൂടെ ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. ടോർക്ക് = ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എഴുതിയിരിക്കുന്നത് പെർപെൻഡിക്കുലർ എന്നാണ് കേട്ടോ, അതിൻ്റെ ഒരു അബ്രിവേറ്റഡ് ഫോമാണ്. ഇനി നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുകയാണ്. ടോർക്ക് വെക്റ്റർ = ഫോഴ്സ് വെക്റ്റർ F ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ട്രിഗ്നോമെട്രി ഒക്കെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2a sin θ എന്നാണ്. അപ്പോൾ അതെങ്ങനെ വന്നു എന്നുള്ള വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. വെക്റ്റർ = QE, F = QE, അതുകൊണ്ടാണ് QE ഇൻറ്റു 2a sin θ. ഓക്കെ, ഇവിടെ നോക്കിയാൽ അറിയാം 2 ഉണ്ട്, a ഉണ്ട്, q ഉണ്ട്. നമ്മൾ മുൻപോട്ട് വീഡിയോ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ചാർജ് ഇൻറ്റു ലെങ്ത് ഓഫ് ദി ഡൈപോൾ, അത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണെന്ന് പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 𝜏 = വെക്റ്റർ P വെക്റ്റർ E sin θ. അതിനെ അല്പം കൂടെ പരിഷ്കരിച്ചാൽ 𝜏 = P ക്രോസ് E. ഇതാണ് നമ്മുടെ ടോർക്ക് ആക്ടിംഗ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഏറ്റവും മിനിമം സ്റ്റെപ്പുകളാണ് ഡെറിവേഷൻ തന്നിരിക്കുന്നത്. ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. എന്തായാലും ഫൈനൽ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. എത്രത്തോളം സ്റ്റെപ്പുകൾ എഴുതാൻ കഴിയുമോ ആസ് യൂഷ്വൽ അത്രത്തോളം സ്റ്റെപ്പുകൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മുഴുവൻ വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷനുകളാണ്. അതും മിനിമം സ്റ്റെപ്പുകളിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഫൈനൽ ഇക്വേഷനുകളും കീവേഡുകളും നന്നായിട്ട് പഠിക്കുക. നോട്ട് ബുക്കിൽ ഡെറിവേഷൻ ഫുള്ളായിട്ട് എഴുതി തന്നെ പഠിക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം ക്വസ്റ്റ്യനും ഫൈനൽ ഇക്വേഷനും പഠിക്കുക. അത് തറവായിട്ട് പലതവണ പറഞ്ഞു നോക്കിയിട്ട് അത് തറവായി എന്ന് തോന്നിക്കഴിയുമ്പോൾ സ്റ്റെപ്പുകളിലേക്ക് കിടക്കുക. ഓക്കെ, കാരണം നമുക്ക് എന്ത് മറന്നു പോയാലും ഫൈനൽ ഇക്വേഷൻ മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അത് ആദ്യം പഠിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.